എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് ഏപ്രിൽ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പോളിറ്റി, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. ഈ 3 ഏരിയാസാണ് നമ്മുടെ വീഡിയോസിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. കഴിഞ്ഞ തവണത്തെ ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാം ഫോളോ ചെയ്തവർക്കറിയാം, നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് മെയിൻലി ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ മാർക്ക് വെച്ചിട്ടാണ്. കഴിഞ്ഞ തവണ ഒരു ആവറേജ് ഒബ്ജക്റ്റീവ് മാർക്ക് വെച്ച് കട്ട് ഓഫ് ക്ലിയർ ചെയ്തവർ പോലും ഡിസ്ക്രിപ്റ്റീവിൽ നല്ല പെർഫോമൻസ് വെച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയുണ്ടായി. ഡിസ്ക്രിപ്റ്റീവ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡിസ്ക്രിപ്റ്റീവിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷൻ അല്ല. എസ്പെഷ്യലി നിങ്ങൾക്ക് കാര്യമായിട്ടൊരു റൈറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആസ്പിറൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് കുട്ടികൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ പുതിയതായ പാറ്റേണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളത് അത് ബോദർ ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഡിസ്ക്രിപ്റ്റീവ് പ്രിപ്പറേഷൻ എങ്ങനെ തുടങ്ങാമെന്നതിനുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് സെക്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. താല്പര്യമുള്ള കുട്ടികൾ അതിൽ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം കോൺടാക്റ്റ് നമ്പർ വഴി ടെലിഗ്രാമിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് നിങ്ങൾ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പാക്കേജ് ലോഞ്ച് ചെയ്യുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഡിസ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എസ്സേ, പ്രിസി, കോംപ്രിഹെൻഷൻ. കഴിഞ്ഞ തവണത്തെ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ എസ്സേക്ക് 30 മാർക്കും പ്രിസിക്കും കോംപ്രിഹെൻഷനും 15 മാർക്ക് വെച്ചായിരുന്നു. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ചിലപ്പോൾ ചേഞ്ച് വരാം, എങ്കിൽ പോലും ഈ 3 ഘടകങ്ങളാണ് ഡിസ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. ഡിസ്ക്രിപ്റ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 സ്റ്റേജായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. സ്റ്റേജ് 1, സ്റ്റേജ് 2. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റിംഗ് ടെക്നിക്ക് പഠിക്കുമെന്നാണ്, ഹൗ ടു റൈറ്റ്. ഈ ഒരു സ്റ്റേജ് 1 എന്ന് പറയുന്നത് എസ്സേക്കും പ്രിസിക്കും കോംപ്രിഹെൻഷനും സെയിം ആണ്. ടെക്നിക്കൽ ഡിഫറെൻ്റ് ആണെങ്കിലും അതെങ്ങനെ പഠിക്കണമെന്ന രീതി സെയിം ആണ്. ഇതിനകത്ത് എസ്സേ ആയിക്കോട്ടെ, പ്രിസി ആയിക്കോട്ടെ, കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, അത് എഴുതേണ്ട രീതി എങ്ങനെയാണെന്ന് പഠിക്കണം, അതിൻ്റെ ടെക്നിക്ക് പഠിക്കണം. അതുപോലെ അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് എന്തൊക്കെ ടൈപ്പ് മിസ്റ്റേക്കുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് പഠിക്കണം. നോർമലി എന്തൊക്കെ ടൈപ്പ് മിസ്റ്റേക്കുകളാണ് വരാൻ സാധ്യതയുള്ളത്, അതെങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ബേസിക്കായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. അത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് 2 രീതി ഉപയോഗിക്കാം. ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഉപയോഗിക്കാം. കഴിഞ്ഞ തവണത്തെ ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഹൗ ടു റൈറ്റ് എസ്സേ, ഹൗ ടു റൈറ്റ് പ്രിസി, ഹൗ ടു റൈറ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ് എല്ലാത്തിലും 2 വീഡിയോസ് വെച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാര്യം ആ വീഡിയോസിനകത്ത് നമ്മൾ ചുമ്മാ ഒരു എസ്സേ എങ്ങനെ എഴുതണം അല്ലെങ്കിൽ പ്രിസി എങ്ങനെ എഴുതണം അങ്ങനെ ചുമ്മാ പറഞ്ഞു പോവുകയല്ല. എസ്സേ ആയിക്കോട്ടെ, പ്രിസി ആയിക്കോട്ടെ, കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, അതിൽ ആദ്യം എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം എന്തൊക്കെ ടൈപ്പ് മിസ്റ്റേക്കുകളാണ് നോർമലി ആസ്പിറൻസ് കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ തവണ നമ്മൾ ഒരുപാട് ആൻസർ റൈറ്റിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുകയുണ്ടായി. അതിൽ തന്നെ ഒരുപാട് ആസ്പിറൻസ് അവരുടെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പേപ്പേഴ്സും കൂടെ മോഡൽ ആൻസേഴ്സായിട്ട് നമ്മൾ കാണിച്ചുകൊണ്ട് അതിൽ തന്നെ ഏതൊക്കെ ഭാഗത്താണ് അവർ മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത്, വളരെ നല്ല രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു എസ്സേ എഴുതണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രിസി എഴുതണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു കോംപ്രിഹെൻഷൻ എഴുതണം എന്ന് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ആ ഒരു വീഡിയോസ് നോക്കിയാൽ കിട്ടും. ഏതൊക്കെയാണ് ആ വീഡിയോസ് എന്ന് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോസ് നോക്കി നിങ്ങൾക്ക് ആ ഒരു റൈറ്റിംഗ് ടെക്നിക്ക് പഠിക്കാവുന്നതാണ്. എങ്ങനെ എഴുതണമെന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ച്വൽ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. റൈറ്റിംഗ് പ്രാക്ടീസ് ആണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്ന സ്റ്റേജ് 2ലേക്ക് കടക്കുമ്പോഴേക്കിന് നമുക്ക് എസ്സേ, കോംപ്രിഹെൻഷൻ, പ്രിസിനെ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. പ്രിസിയും കോംപ്രിഹെൻഷനും ഒരു ഗ്രൂപ്പ്, എസ്സേ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്തതെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ, മനസ്സിലൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ.
സോ എന്തുകൊണ്ടാണ് അങ്ങനെ ഗ്രൂപ്പ് ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത് ഒരു പാസേജിൻ്റെ രൂപത്തിൽ നമുക്ക് കണ്ടൻറ്റ് ഓൾറെഡി അവൈലബിൾ ആണ്. സോ കണ്ടൻറ്റ് അവൈലബിൾ ആണ്. ആ അവൈലബിൾ ആയിട്ടുള്ള ഒരു പാസേജ് ഇപ്പോൾ പ്രിസി ആണെങ്കിൽ നമ്മളത് 1/3 ആയിട്ട് നമ്മുടേതായ ഓൺ വേർഡ്സിൽ ചുരുക്കി എഴുതുകയാണ്. കോംപ്രിഹെൻഷൻ ആണെങ്കിൽ അതിന് ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ഈ ഒരു പാസേജിൽ നിന്ന് നമ്മൾ കണ്ടെത്തി നമ്മുടേതായ ഓൺ വേർഡ്സ് നമ്മൾ എഴുതുകയാണ്. അതുകൊണ്ടാണ് പ്രിസിയും കോംപ്രിഹെൻഷനെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് നമ്മൾ എസ്സേയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തത്. സോ ഇനിയിപ്പോൾ പ്രിസിയും കോംപ്രിഹെൻഷൻ നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ 2 ടെക്നിക്കുണ്ട്. ഒന്ന് ന്യൂസ് പേപ്പർ, രണ്ടാമത്തേത് നമ്മുടെ പ്രീവിയസ് വീഡിയോസ്. 2 രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെ ന്യൂസ് പേപ്പർ വെച്ച് പ്രാക്ടീസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ പത്രങ്ങളിലും എഡിറ്റോറിയൽ സെക്ഷൻ ഉണ്ട്. എഡിറ്റോറിയൽ സെക്ഷൻ ഈ എഡിറ്റോറിയൽ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 എഡിറ്റോറിയൽ ആർട്ടിക്കിൾസ് കാണും. നോർമലി ആ ഒരു സമയത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റിൻ്റെ ഒരു എഡിറ്റോറിയൽ വ്യൂ ആയിരിക്കും ആ എഡിറ്റോറിയൽ ആർട്ടിക്കിൾസ് ആയിട്ട് അവിടെ ഉണ്ടാകുന്നത്. നോർമലി അങ്ങനെയുള്ള ചെറിയ എഡിറ്റോറിയൽസ് 400-500 വേർഡ്സ് ലെങ്ത് വരുന്ന എഡിറ്റോറിയൽസാണ് പൊതുവെ ഉണ്ടാവുന്നത്. സോ അങ്ങനെയുള്ള എഡിറ്റോറിയൽസ് നിങ്ങൾ റെഗുലറായിട്ട് വായിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിളെങ്കിലും റെഗുലറായിട്ട് വായിക്കുക. അത് വായിച്ചതിന് ശേഷം അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വേർഡ് ലെങ്ത് മനസ്സിലാക്കിയിട്ട് ആ ഒരു എഡിറ്റോറിയൽ കണ്ടൻറ്റിനെ നമ്മളൊരു 1/3 ആയിട്ട് ചുരുക്കി എഴുതുക, നമ്മുടേതായ ഓൺ വേർഡ്സിൽ ചുരുക്കി എഴുതുക. സോ അങ്ങനെ നമ്മൾ പ്രിസി പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കിന് ആ ഒരു പ്രാക്ടീസ് വഴി പ്രിസി മാത്രമല്ല കോംപ്രിഹെൻഷനും അതുപോലെ തന്നെ എസ്സേക്കും നമ്മളത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ആ ഒരു കണ്ടൻറ്റിനെ നമ്മുടേതായ ഓൺ വേർഡ്സിൽ നമ്മൾ 1/3 ആയിട്ട് നമ്മൾ ചുരുക്കി എഴുതുമ്പോഴേക്കിന് ഫസ്റ്റ്ലി നമ്മൾ ആ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വായിച്ച് പരിചയം വരുമ്പോഴേക്കും നമ്മുടെ റീഡിങ് സ്പീഡ് കൂടുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ കോംപ്രിഹെൻഷൻ പാസേജും പെട്ടെന്ന് വായിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കണ്ടൻറ്റിനെ നമ്മുടെ സ്വന്തമായ വേർഡ്സിൽ നമ്മൾ ചുരുക്കി എഴുതുമ്പോഴേക്കിന് ഇപ്പോൾ കോംപ്രിഹെൻഷനിൽ നമ്മൾ ഈ പറയുന്ന ഉത്തരങ്ങൾ പാസേജിൽ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടേതായ ഓൺ വേർഡ്സിൽ നമുക്ക് എഴുതാനുള്ള ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ന്യൂസ് പേപ്പർ വഴി നമ്മൾ പഠിക്കുമ്പോൾ ഒരു ആകപ്പാടുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 2-3 കുട്ടികൾ ഒരുമിച്ച് നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ല ഒറ്റയ്ക്കാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ സെൽഫ് ഇവാലുവേഷനുള്ളൊരു ഓപ്ഷൻ ലിമിറ്റഡ് ആണ്. സോ അങ്ങനെ ഒരു കേസിൽ സെൽഫ് ഇവാലുവേഷൻ പോസിബിൾ ആക്കാനായിട്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ കഴിഞ്ഞ ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ആൻസർ റൈറ്റിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുകയുണ്ടായി. വീഡിയോസ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ആൻസർ റൈറ്റിംഗ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രിസി ആയിക്കോട്ടെ കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ ഒരു പേപ്പർ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഒരു ആൻസർ റൈറ്റിംഗ് ഡിസ്കഷൻ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ അവർ ഏത് പ്രിസി ആയിക്കോട്ടെ കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ അതിലുള്ള മിസ്റ്റേക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഭാഗത്താണ് അവർ നല്ല രീതിയിൽ എഴുതിയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് ഇവാലുവേഷൻ പോസിബിൾ ആവും. സോ അങ്ങനെ നിങ്ങളുടെ റൈറ്റിംഗ് പ്രാക്ടീസ് പ്രിസിയും കോംപ്രിഹെൻഷനും കംപ്ലീറ്റ് ആവും. ഇനിയിപ്പോൾ നമ്മൾ എസ്സേ ആണ്. എസ്സേ നമ്മൾ എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എസ്സേയിൽ കണ്ടൻറ്റ് നമുക്ക് ഓൾറെഡി അവൈലബിൾ അല്ല. കാര്യം എസ്സേയിലൊരു ടോപ്പിക്ക് തരുമായിരിക്കും. നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് അറിയാവുന്ന കണ്ടൻറ്റ് വെച്ചാണ് നമ്മൾ ഒരു കറക്റ്റായ സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് നമ്മൾ എസ്സേ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ഏകദേശം ഐഡിയ നമുക്ക് ഉണ്ടാകണം. ഒരു ബേസിക് ലെവൽ ഓഫ് കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. സോ ഈ ഒരു പ്രിസിയൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കിന് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിനെ പറ്റി ഓരോ കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടാകുന്നുണ്ട്. സോ ആ ഒരു പ്രാക്ടീസ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ എസ്സേ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ബേസിക് കണ്ടൻറ്റ്. അതുകൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ തവണത്തെ എക്സാമിന് വേണ്ടിയിട്ട് ടോപ്പ് 50 എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ കുറേ ടോപ്പിക്കൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു പകുതിയോളം ടോപ്പിക്ക് ഇപ്പോഴും റെലവൻ്റ് ആണ്. അങ്ങനെയുള്ള ടോപ്പിക്കുകളുടെ നിങ്ങളുടേതായ രീതിയിൽ ഒരു ഫോർഡർ മെറ്റീരിയൽ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മുടെ ഫ്രീ വീഡിയോസിൻ്റെ ഭാഗമായിട്ടും പാക്കേജിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് എസ്സേ ഫോർഡർ മെറ്റീരിയൽസ് നമ്മൾ തീർച്ചയായിട്ടും തരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് ടോപ്പിക്കുകളെങ്കിൽ നിങ്ങളുടേതായ കുറച്ച് മെറ്റീരിയൽ നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എസ്സേ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ഈ പറയുന്ന ടോപ്പിക്കുകൾ ഇപ്പോൾ ആ വീഡിയോസിലുള്ള ടോപ്പിക്ക് നിങ്ങൾ നോക്കുമ്പോഴേക്കിന് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉള്ള ടോപ്പിക്കുകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. വേർഡ് ലിമിറ്റും ടൈം ലിമിറ്റും വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ നിങ്ങൾക്ക് എസ്സേ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു നഡ്ജ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ വഴി നിങ്ങൾ ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. താങ്ക് യു.